നബിദിനടുത്തപ്പോഴേക്കും ഞാനും നല്ല തിരക്കിലാണ് കേട്ടോ. ഇതുവരെ നമ്മുടെ വീടിൻ്റെ ക്ലീനിങ് ഒക്കെ ആയിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞത് നമ്മുടെ അടുത്തുള്ള പള്ളിയിലേക്ക് മൗലൂദിലേക്ക് നമ്മളും തന്നെ ഒരു ദിവസം ഏറ്റെടുത്തു കേട്ടോ ചായയും കടി. അപ്പോൾ 80 ആൾക്കാരാട്ടോ പള്ളി എത്തിയിട്ടുള്ളത്, പിന്നെ നമ്മളും. അപ്പോൾ അങ്ങനെയൊക്കെ കൂടി ഒരു 10-100 ഒപ്പിച്ചു. 80 ആളെന്ന് പറയുമ്പോൾ നമ്മൾ ആ കറക്റ്റിൽ കൊടുത്തയക്കാൻ പറ്റില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ അത് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണ്ടേ. 80 ആളെന്ന് പറയുന്നത് അതിൽ ഉസ്താദുമാരും കുട്ടികളും പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് ആൾക്കാരും ഉണ്ടാവും കേട്ടോ. എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ 80 ആൾ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ എത്ര ആളാണെന്നുണ്ടെങ്കിലും ഉസ്താദുമാർ ദുആ ചെയ്ത അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അതായില്ലേ. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുന്ന മുതലുള്ള വീഡിയോ ആണ് കേട്ടോ തുടങ്ങുന്നത്. അപ്പോൾ ഇന്ന് കോഴിപ്പാസിൽ മുട്ട കേട്ടോ പൊരിക്കുന്നേക്ക്. അത് ഇത്തിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും പിന്നെ ചിക്കൻ മസാല ഒരിത്തിരി ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് ഒന്ന് വിസിലടുപ്പിച്ച് വെച്ചാണ് കേട്ടോ. അങ്ങനത്തെ ചോറ് വേണ്ടി പിന്നെ ഇത്തിരി വെണ്ടക്ക കറിയും ഉണ്ടാക്കി, പിന്നെ കുറച്ച് രസവും ഉണ്ടാക്കി. പിന്നെ ഇക്കാക്ക് ചോറ് വേണ്ടെന്ന് പറഞ്ഞ് ഒരു മൗലൂദ് ഉണ്ടായിരുന്നു. ഒക്കെ ഇക്ക പിന്നെ അവിടുന്ന് കഴിച്ചിട്ട് വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ചോറ് തിന്നാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ അടുത്തുള്ള പള്ളിയിലെ അവിടെ മൗലൂദിലേക്ക് നമ്മൾ ചായ ഇന്ന് ഏറ്റെടുത്താണ് കേട്ടോ. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടോ. എല്ലാ വർഷവും ലാസ്റ്റിലേക്കൊക്കെ ആയിട്ടാണ് കൊടുക്കാറ്. ഇപ്പോൾ പ്രാവശ്യം പിന്നെ നേരത്തെ തന്നെ ആക്കിയിട്ട് നമ്മൾക്ക് കൊടുക്കാനുള്ളതാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സമാധാനമായല്ലോ എന്ന് വെച്ചു. അങ്ങനത്തെ എല്ലാവരും ചോറൊന്നെല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഷിബിലിമോന് പറഞ്ഞു ടേബിൾ അവന് ക്ലീൻ ആക്കാമെന്ന് പറഞ്ഞു. അവന് ക്ലീൻ ആക്കുന്നതുകൊണ്ട് ഞാനാണെന്നുണ്ടെങ്കിൽ പാത്രം കഴുകാമെന്ന് വെച്ചു. അപ്പോൾ ചായക്കുള്ള കടി പഴംപൊരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ സമൂസ ഉണ്ടാക്കാനായിരുന്നു ആദ്യത്തെ പ്ലാനിങ് കേട്ടോ. പക്ഷേ അത് ശരിക്കും എനിക്ക് മടക്കാനാണെന്നുണ്ടെങ്കിൽ അറിയില്ല കേട്ടോ. ഇക്കാനാണെന്നുണ്ടെങ്കിൽ കിട്ടൂല. ഇക്കാക്ക് പിന്നെ രാത്രി ഡെയിലി ഇങ്ങനെ മദ്രസയ്ക്കൊക്കെ മാല കെട്ടാൻ വേണ്ടി ഇങ്ങനെ പോവല്ലേ. അപ്പോൾ പിന്നെ ഇക്കാക്ക് ടൈം കിട്ടിയെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് പകൽ കടന്നുറങ്ങും കേട്ടോ. അപ്പോൾ മൗലൂദ് കഴിഞ്ഞ് ആ സ്പോട്ടിൽ തന്നെ ഇക്ക കടന്നുറങ്ങുകയും ചെയ്തു. പിന്നെ വിളിക്കണ്ടല്ലോ എന്ന് വെച്ചു കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ സമൂസ പിന്നെ ക്യാൻസലാക്കിയിട്ട് പിന്നെ പഴംപൊരി ആക്കാമെന്ന് വെച്ചു. പിന്നെ കുയ്യപ്പം നെയ്യപ്പൊക്കെ അല്ല അത് നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ കുറച്ച് കൂടുതൽ മൈദ എടുത്തു. പിന്നെ ഒരു ഇത്തിരി അരിപ്പൊടിയാണ് ഇട്ടിട്ട്, പിന്നെ ഒരു ഇത്തിരി ഉപ്പും ഇട്ടു, പിന്നെ കുറച്ച് പഞ്ചസാരയും ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും പിന്നെ ചെറിയ ജീരകമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സി ചെയ്ത് കൊടുത്തു. ഞാൻ എപ്പോഴാണെന്നുണ്ടെങ്കിലും പഴംപൊരിക്ക് മാവ് കൂട്ടുകയാണെന്നുണ്ടെങ്കിലും മിക്സിയിൽ ചെയ്ത് അടിക്കാറാണ് കേട്ടോ. പക്ഷേ ഇത് ഒരുപാടുള്ളതല്ല. അപ്പോൾ പിന്നെ കൈക്കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുകയാണ്. കുഴച്ച് കുറേയൊക്കെ അതിൻ്റെ ശേഷമാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത് ഏലക്കായ ഇട്ടിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ അതാണെന്നുണ്ടെങ്കിൽ പൊടിച്ച് വെച്ചിരുന്നേനു, പക്ഷേ ഇടാൻ മറന്നു പോയും ചെയ്തിട്ടോ. അപ്പോൾ അത് വീണ്ടും ഒന്നിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്നുകൂടി മിക്സി ചെയ്ത് വെച്ച് ഒന്ന് മൂടി വെച്ചു കേട്ടോ. പഴംപൊരി ആകുമ്പോൾ പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഞാൻ പിന്നെ ആ സ്പോട്ടിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. പിന്നെ മഞ്ഞപ്പൊടിൻ്റെയും ഉപ്പിൻ്റെയും എല്ലാ പാത്രങ്ങളും അടുക്കളയിൽ നിരന്നിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ആ സ്പോട്ടിൽ തന്നെ എടുത്ത് വെക്കുകയാണ്. എല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുക്കള നിരന്ന് കിടക്കും കേട്ടോ. നമ്മുടെ അടുക്കള കുഞ്ഞു അടുക്കളയല്ലേ, സൗകര്യം കുറവല്ലേ. അപ്പോൾ ഞാനതൊക്കെ ആ സ്പോട്ടിൽ തന്നെ എടുത്ത് വെക്കുകയാണ്. പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുടുക്ക് ഒഴിവാക്കുകയാണ്. അതൊന്ന് കപ്പിലേക്ക് മാറ്റി വെച്ചു. അപ്പോൾ പാൽ ചായയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 പേർക്ക് പെട്ടിപ്പാൽ കൊണ്ടുവന്നിരുന്നു കേട്ടോ. അത് ഈസി വെക്കുമ്പോൾ വെച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ നിൽക്കാണ്ട് എല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പണി കിട്ടും കേട്ടോ. അപ്പോൾ എന്നും ഞാൻ പഴംപൊരി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കലൊന്നുമില്ല. ഇന്നിപ്പോൾ കുറച്ച് നേരം കൊണ്ട് വെച്ചു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെയും ചില ഇടയിൽ ഇങ്ങനത്തെ ഓരോരോ പണികളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ അസർ നിസ്കരിച്ചതിന് ശേഷം കേട്ടോ അടുക്കളയിലേക്ക് എത്തിയിട്ട് പണികളൊക്കെ തുടങ്ങുന്നത്. പിന്നെ ഇശാ ബാങ്ക് കൊടുത്തിട്ടല്ലേ പള്ളിയിൽ മൗലൂദ് തുടങ്ങുക. അപ്പോഴേക്കും ആയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. പിന്നെയാണെന്നുണ്ടെങ്കിൽ എനിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഇതുണ്ട് കേട്ടോ. കാരണം കൂടുതൽ നേരം അങ്ങനെ നിന്ന് ചെയ്യാൻ ഒറ്റയ്ക്ക് വെയ്ക്കൂല. അപ്പോൾ 2 അടുപ്പത്ത് ഉണ്ടാക്കാമെന്ന് വെച്ചു കേട്ടോ. അതാട്ടെ അസർ നിസ്കരിച്ചിട്ട് ഇറങ്ങിയത്. ഒരടുപ്പത്താണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ മുമ്പേ ഇറങ്ങും വേണ്ടി വരും. അപ്പോഴേക്ക് പിന്നെ ഷിബിലിമോനും വന്നിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഫിനിമോളും ഉണ്ട് കൂടെ. അങ്ങനെ അവരാണെന്നുണ്ടെങ്കിൽ പഴം തൊലിച്ച് തരുന്നുണ്ട്. ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ വലിയ പഴമല്ല കേട്ടോ. ഇതാണല്ലേ പഴംപൊരിക്ക് പാകം. ഞാനിപ്പോൾ ഇക്കാനോട് ആദ്യം തന്നെ പറഞ്ഞു കേട്ടോ, പഴം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പഴുത്ത പഴം വാങ്ങിക്കൊണ്ടേ കേട്ടോ. പഴംപൊരിക്ക് പഴുത്താലല്ലേ പഴംപൊരി രസം ഉണ്ടാവുള്ളൂ. മറ്റേത് ശരിക്കും പഴുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടൂലല്ലേ. അങ്ങനത്തെ 2 ചട്ടി വെക്കാൻ വേണ്ടിയിട്ട് 2 അടുപ്പം ഒന്ന് ഒഴിവാക്കിയിട്ടാണ്. അതിൻ്റെ ഉള്ളിൽ കുറച്ച് കടലാസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് കത്തിക്കണേ. ഞാൻ എന്നും ഈ ഫസ്റ്റത്തെ അടുപ്പല്ലേ കത്തിക്കാറ്, നിങ്ങൾ തന്നെ കാണുന്നുണ്ടാവുമല്ലോ. അപ്പം ഞാൻ ഇന്ന് മറ്റേ അടുപ്പും കൂടി കത്തിച്ചിട്ട് അത് എനിക്ക് പെട്ടെന്ന് കത്തുമെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ അടുപ്പ് പിന്നെ പെട്ടെന്ന് തന്നെ ചൂടായി അതിലുണ്ടാക്കാൻ തുടങ്ങി. ഇത് രാവിലെ പിന്നെ കത്തിച്ചതും കൂടി ആയിരുന്നല്ലോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ കത്തിപ്പൊടിച്ചു. അതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചൂടാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരുടെ അവിടെയൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ പള്ളിയിൽ ഇതുപോലെ മൗലൂദ്. പിന്നെ എന്തെങ്കിലുമൊക്കെ മധുരമായിട്ട് എന്തെങ്കിലുമൊക്കെ മൗലൂദിക്ക് ചായ കൊടുക്കുക ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ.
ഏതായാലും അൽഹംദുലില്ലാ നമ്മൾ കാത്തിരുന്ന് റബീഉൽ അവ്വൽ 12 എത്താറായില്ലേ. അതിനൊരു സന്തോഷം വേറെ തന്നെയല്ലേ. എന്ന് തുടങ്ങിക്കണല്ലേ. പിന്നെ ആണുങ്ങളൊക്കെ നമ്മുടെ മദ്രസകളിലും പള്ളികളിലൊക്കെ പോയിട്ട് മാലടൽ. ഇവിടെയൊക്കെ ഇക്കാക്കൊന്നും ഒരു ഒഴിവുണ്ടായിട്ടില്ല കേട്ടോ. അവരൊക്കെ കുറേ ആയിട്ടാണ് തുടങ്ങിയിട്ട്. ഇപ്പോൾ പിന്നെ എക്സാം കഴിഞ്ഞതിന് ശേഷം ഷിബിലി മോനും പോകട്ടോ. അവന് ഒരു 1:30-2 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ച് വരും. ഇക്കണെന്നുണ്ടെങ്കിൽ 3:30-4 മണിയൊക്കെ ആവും കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഹെൽപ്പിനായിട്ട് ഷിബിലും മോനും കൂടി ഉണ്ട് കേട്ടോ. 2 അടുപ്പല്ലേ കത്തുന്നത്. അപ്പോൾ പിന്നെ 2 ആൾ വേണമല്ലോ. ഞാൻ ഇങ്ങനെ ചെയ്തത് പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പഴംപൊരി ആകുമ്പോൾ കുറച്ച് ടൈം പിടിക്കൂലേ. പെട്ടെന്ന് അങ്ങനെ ആയിക്കിട്ടില്ല. കൊയ്യപ്പം പോലെ ഒന്നും നേരെ ആയിക്കിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ കുറച്ച് ടൈം എടുക്കുന്നതുകൊണ്ട് 2 ആൾ വേണേനും അവന് ഒന്ന് നോക്കിയതാണ് കേട്ടോ. പഴം പൊരിച്ചിട്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ലെവലാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോഴാണെന്നുണ്ടെങ്കിൽ നല്ല ചൂടുണ്ട് കേട്ടോ. കണ്ണിൽ കാണുന്നുണ്ടെങ്കിൽ പുക വന്നിട്ടാണ് കേട്ടോ ആ കാട്ടി കൂട്ടുന്നത്. എത്ര പുകയില്ലാത്ത അടുപ്പാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പുകയൊക്കെ ഉണ്ടാവില്ല. ഗ്രിൽസ് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ആയിക്കഴിഞ്ഞാലും പുകയില്ലാത്ത അടുപ്പ് എന്നുള്ള ആ പേരൊക്കെ തന്നെ ഉണ്ടാവില്ല. എങ്ങനെയായാലും പുകയൊക്കെ വരില്ലേ. ഞാൻ പിന്നെ കുറച്ചും കൂടെ ആകുമ്പോഴേക്ക് പിന്നെ ചുമരൊക്കെ ഒന്ന് ക്ലീൻ ആക്കൂട്ടോ. അപ്പോൾ പിന്നെ ആ പുകയൊക്കെ അന്ന് അങ്ങോട്ട് പോകും. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ സ്പോട്ടിൽ തന്നെ ഒരു ലൈക്കും കൂടി കൊടുക്കണേ. ഞാൻ എവിടെ നിൽക്കണേ അവിടെ തന്നെയല്ലേ നിങ്ങളും നിൽക്കുള്ളൂ. നിങ്ങൾ എൻ്റെ കൂടെ അങ്ങനെ പോയിട്ടാ. അങ്ങനത്തെ കുറച്ചൊക്കെ അങ്ങനെ ആയി കഴിഞ്ഞതിൻ്റെ ശേഷം ചായക്കും വെള്ളം വെക്കണമല്ലോ. അതും തന്നെ അവിടെ കിടന്ന് ആവുകയാണല്ലോ. അപ്പം ഞാൻ പിന്നെ ഒരു ചട്ടി അങ്ങോട്ടാണ് മാറ്റി വെച്ചിട്ട് വലിയ അടുപ്പത്ത് പിന്നെ ചായക്കുള്ള വെള്ളം അങ്ങോട്ട് വെച്ചു. അപ്പോൾ ഒരടുപ്പായപ്പോൾ ഞാൻ ഷിബിലിമോനോട് പറഞ്ഞു പോയി നിസ്കരിച്ച് അവൻ കാണുന്നുണ്ട് ദഫിൻ്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഇനി ഞാൻ ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞു. ഒരടുപ്പാകുമ്പോൾ പിന്നെ ഒറ്റക്ക് മതിയല്ലോ. ബാക്കിയുള്ളത് പിന്നെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അങ്ങനെ കിടന്ന് ആക്കത്തിന് ആയിക്കോളും. പിന്നീടെന്നുണ്ടെങ്കിൽ ഈ പഴം പിന്നീട് വീണ്ടും കൊണ്ടുവന്നാട്ടോ. ആദ്യം കൊണ്ടുവന്ന പഴം തികഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഷിബിലിമോനോട് പറഞ്ഞതായിരുന്നു ഒന്ന് എണ്ണി നോക്കുമെന്ന് പറഞ്ഞതായിരുന്നു. അപ്പോൾ ആദ്യം കുറച്ച് അവന് എണ്ണി വെച്ചതായിരുന്നു കേട്ടോ. നമ്മൾ 80 പള്ളിയൊക്കെ കണക്കാക്കിയിട്ടുള്ളത്. എന്നാലും കുറച്ച് എന്തെങ്കിലും എക്സ്ട്രാ വെക്കണ്ടേ. എനിക്കാണെന്നുണ്ടെങ്കിൽ എണ്ണ ഉള്ള ടൈമും ഇല്ല കേട്ടോ. അവൻ കാണുന്നതിന് പോകാനായിട്ട് ധൃതി മുട്ടി നിൽക്കുകയാണ് അതിനോട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് അവനോട് ചായ കുടിച്ചിട്ട് പോകാനും വേണ്ടി പറഞ്ഞു. അങ്ങനത്തെ കടി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീനാക്കി പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കാണെന്നുണ്ടെങ്കിൽ കാലാണെന്നുണ്ടെങ്കിൽ ഒരു വിധമായിട്ടുണ്ട്. നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല. അലക്കിയ ഡ്രസ്സുകളാണെന്നുണ്ടെങ്കിൽ ഉണക്കാനിട്ടിരുന്നു. അതിട്ടിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ പണികൾ അവിടെ കിടക്കായിരുന്നു. അതിൻ്റെ ഇടയിലൂടെ ആണെന്നുണ്ടെങ്കിൽ ഫിനുമോൾ അങ്ങനെ ചോദിക്കട്ടെ പാൽ ചായ വേണം എന്നും വെച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും അവൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ വീതൻ മേരിക്കണം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വീതന നല്ലോണം ചൂടുണ്ട് 2 അടുപ്പും കത്തായിരുന്നില്ലേ എന്നിങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ കുക്കർ വിസിലടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിലൂടെയാണ് പിന്നെ അടുക്കള പണി എടുക്കുന്നതിൻ്റെ ഇടയിലൂടെ വന്നിട്ടാണ് കേട്ടോ വോയിസ് ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ വീതനും ഒന്ന് ഇരുത്തി നോക്കിയതാണ് കേട്ടോ. അപ്പോഴാണെന്നുണ്ടെങ്കിൽ നല്ല ചൂടുണ്ട്. അടുപ്പ് നല്ല കത്തായിരുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ ചെറിയൊരു പലക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമായി ഇരിക്കാൻ പറഞ്ഞു. ഞാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ തീ ഒന്നും കൂടി കത്തിച്ച് വെച്ചുകൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോഴേ അങ്ങനെ അസറസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു ഇത്തിരി നേരം റെസ്റ്റ് എടുത്തപ്പോഴേക്ക് പിന്നെ മരുവ് വാങ്ങും കൊടുത്തുട്ടോ. അപ്പോഴാണെന്നുണ്ടെങ്കിൽ ഷിബിലുമോൾ ഡ്രസ്സൊക്കെ പിന്നെ ബെഡിൽ കൊണ്ടുവന്നിട്ടിരുന്നു കേട്ടോ. അപ്പം ഞാൻ മടക്കി വെച്ചോളൂ ഈ കൊണ്ടുവന്ന് വെച്ചാൽ മതി എന്ന് പറഞ്ഞതായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ്. ഇത് എനിക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ കൂട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സമാധാനം വരില്ല കേട്ടോ. എനിക്ക് എന്തോ പോലൊക്കെ തോന്നും കേട്ടോ. ഞാൻ അവരെ കൊണ്ടൊന്നും മടക്കി വെപ്പിക്കാറില്ല. എനിക്ക് എൻ്റേതായ മട്ടത്തിൽ മടക്കി വെക്കും വേണേനും. നമ്മൾ വീട്ടിലിടുന്ന ഡ്രസ്സാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലേ. അത് അതിൻ്റേതായ മട്ടത്തിൽ മടക്കി വെക്കുമ്പോൾ അതിൻ്റെ രസം വേറെ തന്നെയല്ലേ. അങ്ങനത്തെ മരുഭ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒക്കെ റെഡിയാക്കി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടോ. കടിയും ഗ്ലാസ്സൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് ഞാനും അതാണ് ഫിനുമോളാണെന്നുണ്ടെങ്കിൽ അവളുടേതായ വർക്കുകൾ അവിടെ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഷിബിലിമോന് പിന്നെ മരുപുസ്കാരം കഴിഞ്ഞിട്ടേ എത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ദഫ് കഴിഞ്ഞിട്ട് നേരെ പള്ളിയിൽ പോയിട്ട് പിന്നെ തിരിച്ചെത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനത്തെ അൽഹംദുലില്ലാ ഇശാ നിസ്കാരം കഴിഞ്ഞ് മൗലൂദ് തുടങ്ങിയപ്പോഴേക്കും ഇക്ക നമ്മുടെ അടുത്ത വീട്ടിൽ ഇക്കയും കൂടി എത്തിയിട്ട് ചായ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ 2 പേരും കൂടി തന്നെയാണ് ചായ കൂട്ടിയത്. അത് പിന്നെ ഞാൻ അവരങ്ങോട്ട് ഏൽപ്പിച്ചു.
കേട്ടില്ല ഞങ്ങൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് നമ്മളെ വീട്ടിൽ ഇരുന്നിട്ട് തന്നെ കേൾക്കട്ടെ. നമ്മൾ പിന്നെ സിറ്റ് ഔട്ടിൽ ഇരിക്കാറാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീട്ടിൽ കുഞ്ഞോളുമാരുടെ സിറ്റ് ഔട്ടിൽ 2 പേരും കൂടി ഒന്നിച്ചിരിക്കും കേട്ടോ. പള്ളിയിൽ നിന്ന് തന്നെ മാലൊക്കെ ഇട്ടിട്ട് നല്ലോണം അലങ്കരിച്ചിട്ടുണ്ട്. അങ്ങനത്തെ അൽഹംദുലില്ലാ ചായയും കടിയൊക്കെ റാഹത്തായിട്ട് കൊടുത്തു. നല്ല ദുആ ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് കിട്ടി. അപ്പോൾ ഇപ്പോൾ നമ്മൾ എവിടേക്കെങ്കിലുമൊക്കെ രാത്രി പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവില്ലേ കാണാൻ. എല്ലാ മദ്രസകളിലും അതുപോലെ തന്നെ പള്ളികളിലൊക്കെ ഇങ്ങനെ അലങ്കരിച്ച് കാണുമ്പോൾ വർഷത്തിൽ ഒരിക്കലല്ലേ ഉള്ളൂ. ഇതിനൊരു സന്തോഷം വേറെയാണ് അല്ലേ. അങ്ങനത്തെ അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം അടുക്കളയിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ആർക്കും ചോറും വേണ്ട കേട്ടോ. ഇക്ക് ഷിബിലി മോനാണെന്നുണ്ടെങ്കിൽ പോയി മാല കെട്ടാൻ വേണ്ടി പോയി. അവർക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കൊടുത്ത കടിയും ചായയും ഒക്കെ ബാക്കിയൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ. തികയാതെ വന്നിട്ടില്ല. അപ്പം ഞാനത് അവരോട് ഏതായാലും അവർ മാല കെട്ടാൻ വേണ്ടി പോവല്ലേ, അപ്പോൾ അവർ ഒരുപാട് ആൾക്കാരുണ്ടായല്ലോ, നിങ്ങൾ അവിടെ വെച്ച് കഴിച്ചോളി എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ പിന്നെ അവർ കൊണ്ടുപോയിട്ടാണ്. പിന്നെ മോളാണെന്നുണ്ടെങ്കിൽ കടന്നുറങ്ങുകയും ചെയ്തു. അപ്പോൾ ഞാനും തന്നെ എൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞ് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീനാക്കി പിന്നെ അടുക്കള ഒന്ന് തുടച്ചെടുക്കാൻ കേട്ടോ. അടിച്ചു വരാൻ ഏതായാലും പറ്റില്ലല്ലോ, രാത്രിയല്ലേ. അപ്പോഴേക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അയൽവാസികളൊക്കെ എല്ലാവരും കടന്നിരുന്നു കേട്ടോ. ഞാനും മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ എൻ്റെ പണി അങ്ങനെ എടുക്കുന്നുണ്ട്. എനിക്കിത് അങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്ന് ഇട്ട് കിടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സമാധാനം വരില്ല കേട്ടോ. രാത്രി ഞാനിങ്ങനെ തുടക്കുന്നൊന്നും നമ്മുടെ വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. അതങ്ങനെ കച്ചറൊന്നും ഉണ്ടാവാറില്ല. ഇന്ന് പിന്നെ കുറച്ച് എക്സ്ട്രാ പണികൾ നമുക്ക് അടുക്കളയിൽ ഉണ്ടായതല്ലേ. അങ്ങനത്തെ എന്നെ ഞാകത്തിടുന്ന ചെരുപ്പാണെന്നുണ്ടെങ്കിൽ ചളികളും അതിലുണ്ടായിരുന്നു കേട്ടോ. അടുക്കളയിൽ ഇങ്ങനെ പണിയെടുത്തപ്പോൾ വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം കഴുകിയിട്ട് ബേസണിൽ തന്നെ വെക്കുകയാണ്. ബേസണ് വന്ന് കഴുകിയെടുത്തു. പിന്നെ നമ്മുടെ പുറത്ത് അടുക്കളയിൽ വിറക് വരണ്ടല്ലോ, അതൊക്കെ എന്തോ സാധനം എടുത്തപ്പോൾ പൊന്തിച്ച് വെച്ചതായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് റെഡിയാക്കിയെടുത്തു. പാത്രങ്ങളൊക്കെ കഴുകി കണ്ടില്ല നിങ്ങൾ, ഉണക്കാൻ വെച്ചതാണ് കേട്ടോ. പിന്നെ അത് ഓരോരോ തലക്കുന്ന ഡോറുകൾ അങ്ങനെ അടച്ചടച്ച് വരികയാണ് കേട്ടോ. പിന്നെ വീതനമ്മ നമ്മുടെ 2 പാത്രങ്ങളുണ്ട്, അത് കരിയുള്ളതായിരുന്നു കേട്ടോ. അത് പിന്നെ രാത്രി ചെയ്യാൻ പറ്റില്ലല്ലോ, പകൽ ഇൻഷാ അല്ലാ ചെയ്യാൻ നേരെ വെളുത്തിട്ടെന്ന് വെച്ചു. അങ്ങനത്തെ ഇവിടെ ഒരു ജനലും കൂടി ഉണ്ട് കേട്ടോ. അത് പിന്നെ നമ്മൾ ഇവിടെ വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ സ്മെല്ലൊക്കെ പുറത്തേക്ക് പോയിക്കോട്ടെ വിചാരിച്ചിട്ട് അതൊന്ന് തുറന്നിടുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.